എന്തായി പറയണേ? സത്യമാണ്. കൊന്നതാണോ അതോ വല്ല വിഷം കഴിച്ച് ചത്തതാണോ എന്നറിയില്ല. ചാവാനിപ്പോ എന്താ കാരണം? ഞാനും സാറും കൂടെ ഇന്നലെ അവിടെ ചെന്നപ്പോൾ. ഇന്നലെ അവിടെ പോയിരുന്നോ? ഉവ്വ്, പറഞ്ഞില്ലായിരുന്നോ? എന്താ എന്താ ഇത്? ഹബീബ് സർ, വാട്ട് ഈസ് ദിസ്? ഹൈക്കോടതി ജസ്റ്റിസിന്റെ ചെയറിൽ ഇരുന്നിട്ടുള്ള ഒരാൾക്ക് ഞാനത് വിശദീകരിച്ചു തരണോ? യു ആർ അണ്ടർ അറസ്റ്റ് മിസ്റ്റർ മേനോൻ. ഇന്ദുലേഖ എന്ന പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ നിങ്ങളാണ്. വാതരോഗത്തിന്റെ ഉപദ്രവം ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ കയ്യിൽ ധരിക്കാറുള്ള ആ ഗ്ലൗസ് സംഭവ സ്ഥലത്ത് വെച്ച് ഞങ്ങൾക്ക് കിട്ടി. എ ക്ലിയർ സോളിഡ് എവിഡൻസ്. ശങ്കരനാരായണ, ഇയാൾ എന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരൂ. സർ. ഇല്ല, ഞാൻ കൊന്നിട്ടില്ല, കൊല്ലില്ല. എന്റെ മകളാ, അവളെ ഞാൻ കൊല്ലില്ല. പറയാനുള്ളത് നമുക്ക് അങ്ങ് ആഫീസിൽ ചെന്ന് പറയാം. മുമ്പിൽ നടന്നേ. ഹബീബേ, വണ്ടി കയറ്റ്. സാറ് പൊയ്ക്കോളൂ, ഞാൻ മേനോ സാറുമായിട്ട് അങ്ങ് എത്തിക്കോളാം. സാർ അങ്ങനെ ഈ സാറുമായിട്ട് ഉണ്ടാക്കണ്ട. വരണം മിസ്റ്റർ. ഈ വേഷം ഒന്ന് മാറിക്കോട്ടെ. നമ്മൾ രണ്ടും കൂടെ എന്റെ അമ്മാവന്റെ മോടെ കല്യാണത്തിനൊന്നും പോവില്ല. ഇപ്പൊ ഇട്ടിരിക്കുന്ന വേഷം തന്നെ ധാരാളം. ആണോ? ഈ വേഷത്തിൽ കൊണ്ടുവന്നത് ശരിയല്ല. ഡ്രസ്സ് മാറ്റാൻ അല്പം സമയം കൊടുക്കണം പ്ലീസ്. കോപ്പേ, സബോർഡിനേറ്റ് ആണെന്ന് ഞാൻ നോക്കുകയല്ല. മുട്ടുകാല് കയറ്റി തന്നോണ്ടല്ലോ. വരണേ. അമ്മേ, ജീപ്പെടുത്ത് മാറ്റണമേ സാർ. ഈ വീട്ടുവേഷത്തിൽ ഇത്ര തിടുക്കപ്പെട്ട് എന്റെ അച്ഛനെയും കൊണ്ട് നീ എങ്ങോട്ടാ ശങ്കരനാരായണ? അയാളൊരു കൊലപ്പുള്ളിയാണ്. ചെളുക്കെ അയാളാ? പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നാറുന്ന നാണക്കേടായ അന്തസ്സുള്ള മുഴുവൻ പോലീസുകാരുടെയും ആത്മാഭിമാനത്തിലെ തേച്ചാലും മാച്ചാലും മായാത്ത വൃത്തികെട്ട കറയാത്താൻ അദ്ദേഹത്തെ അയാളെന്ന് വിളിക്കരുത്. വിളിച്ചാൽ ആ നാവിൽ ഞാൻ പച്ചരിമ്പി പണിത മോതിരവിടും. ഒരു കൊലക്കേസ് പ്രതിക്ക് കൊടുക്കേണ്ട മാന്യത എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഈ ചെരുപ്പുടങ്ങിട്ട് കാലം കുറെ ആയിടൂ. അതേടോ ചെരപ്പ ഇത്രയും കാലം താൻ ചെയ്തത്. കാലാകാലങ്ങളിൽ മാറി വരുന്ന രാഷ്ട്രീയക്കാരുടെയും മേലധികാരികളുടെയും പ്രിയപ്പെട്ട ക്ഷൗരക്കാരനായിരുന്നു താൻ. ഇപ്പൊ ഈ തറ വേല കാണിച്ചത് മണപ്പള്ളി സുധീരനും അവന്റെ ചേട്ടനും സുഖം കിട്ടാനുമാണെന്നും അറിയാം. പക്ഷെ മോനെ ദിനേശ, നീ പറഞ്ഞ നിന്റെ ഈ കുലത്തൊഴിലുണ്ടല്ലോ,
അത് എൻ്റെ ദേഹത്ത് നടത്തല്ലേ. കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം, കേസ് രജിസ്റ്റർ ചെയ്യാം, കോടതിയിൽ ഹാജരാക്കി തെളിവുകളും സാക്ഷികളും നിരത്തി വെച്ച് വാദിക്കാം. എന്നിട്ട് വിധി എഴുതാനിരിക്കുന്ന തിരുമനസ്സിന് ബോധ്യപ്പെടണം. അപ്പോഴേ അദ്ദേഹം കുറ്റവാളിയാകുന്നുള്ളൂ. SP സുധീറിന്റെ ഓഫീസിൽ ഞാൻ അച്ഛനെ കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ കൊണ്ടുപോകണം അദ്ദേഹത്തെ. മോനെ ദിനേശ, എന്നെ തടയാൻ നിൽക്കല്ലേ. തടഞ്ഞാൻ നിന്നെ ഈ പെരുവഴിയിലിട്ട് തല്ലി ചതക്കിയല്ല, കുത്തിക്കൊല്ലും ഞാൻ. എന്റെ അച്ഛന് വേണ്ടിയാവുമ്പോ ഞാനത് സന്തോഷത്തോടെ ചെയ്യും. തട്ടുമെന്ന് പറഞ്ഞാൽ തട്ടും. ദിനേശ, നിന്റെ കുടുംബം കോഞ്ഞാട്ടായി പോവേ. പോലീസുകാരാ, ഞാൻ ഈയിടെ എന്റെ ജാതകം ഒന്ന് പരിശോധിപ്പിച്ചു. അതിൽ എഴുതിയിട്ടുണ്ട് പോലീസുകാരെ കൊല്ലാനുള്ള യോഗം ഉണ്ടെന്ന്. അച്ഛൻ വരും. കൊലപാതക കേസിലെ പ്രതിയെ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടുപോവുക മകൻ ചെയ്ത ധീരകൃത്യം. ജാമ്യം കിട്ടില്ല മേനോൻ, സബ് ജയിലിൽ റിമാൻഡിൽ കിടക്കാം. ബിലിയം ഓഫീസർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതങ്ങ് പുനത്തി പറഞ്ഞാൽ മതി. ആ പെൺകുട്ടി നിങ്ങളുടെ മകളല്ലായിരുന്നോ? ആൻസർ മീ. അതെ. ഇത് നിങ്ങൾ മുമ്പ് നിഷേധിച്ചിട്ടില്ലേ? ആ പെൺകുട്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലേ? ഇല്ലേ മിസ്റ്റർ? അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? മകൻ ആ കുട്ടിയെ കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഇയാളെ സമനില തെറ്റി. കൊല്ലുകയല്ലാതെ വേറെ മാർഗമില്ല, അവളെ ഒഴിവാക്കാൻ എന്നങ്ങ് തീരുമാനിച്ചു. ഇല്ല, ഞാൻ കൊന്നിട്ടില്ല. വെള്ളം അടിക്കോ? വല്ലപ്പോഴും ഒരിക്കൽ. അന്ന് ആ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ മദ്യപിച്ചിരുന്നോ? അത് അന്ന് ഞാൻ 2 ദിവസം ഒറ്റ ഇരിപ്പിനിരുന്ന് മദ്യപിക്കായിരുന്നു അല്ലേ? ഒരു ധൈര്യത്തിന് കഴുത്ത് ഞെരിച്ച് കൊല്ലുമ്പോ കൈ വിറയ്ക്കാതിരിക്കാൻ. ഇല്ല, ഞാൻ അവളോട് ക്ഷമ ചോദിക്കാൻ പോയതാ, അവളെ സ്വീകരിക്കാൻ. നോ, നിങ്ങൾ അവിടെ ചെല്ലുന്നു, അവളോട് ഈ നാട് വിട്ടു പോകാൻ ആവശ്യപ്പെടുന്നു. അവൾ പറ്റില്ലെന്നു. നിങ്ങൾ പണം ഓഫർ ചെയ്യുന്നു, അതിനും അവൾ വഴങ്ങിയില്ല. പിന്നെ അകത്ത് കിടക്കുന്ന മദ്യത്തിന്റെ സപ്പോർട്ടിൽ നിങ്ങൾ ആ പെണ്ണിന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നു. തെളിവുകൾ മാത്രമല്ല, സാക്ഷിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ. രാമൻ നായർ, നിങ്ങളുടെ പഴയ ഗുമസ്തൻ. നോ നോ. ഷട്ട് യു. നല്ല 1ാം ക്ലാസ് ചട്ടമ്പി മകനുണ്ടല്ലോ, അവനല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും രക്ഷപ്പെടില്ല മിസ്റ്റർ. അഴി എണ്ണിക്കും ഞാൻ. സത്യം ഇനി ഇതൊന്നും അല്ലാന്നിരിക്കട്ടെ, കാര്യമില്ല. ഹേ, ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ ജാതകം മണപ്പള്ളി മാധവൻ നമ്പ്യാരുടെ മകൻ ഈ സുധീരം മാറ്റി എഴുതുകയാണ്. ഡു യു ഗെറ്റ് മീ? അമ്മ, ഞാനും ചെറിയ മാമയും കൂടെ നിർബന്ധിച്ചിപ്പോ കൊണ്ട് കിടത്തിയേ ഉള്ളൂ. പാവം കരഞ്ഞ് അതിന് വയ്യ. റിമാൻഡിലായി എന്നറിഞ്ഞപ്പോ തകർന്നു കാണും. അച്ഛൻ കയ്യിലിടുന്ന ആ ഗ്ലൗസ്, അതാണ് നമുക്കെതിരായി നിൽക്കുന്ന സോളിഡ് എവിഡൻസ്. അതെങ്ങനെ അവിടെ എത്തി? എനിക്ക് സംശയം ആ രാമൻ നായരെയാണ്. പോലീസിന് കൊടുത്ത മൊഴി വെച്ച് നോക്കുമ്പോൾ അയാൾ മേനോൻ സാറിനെതിരാണ്. അയാൾ ഇനി കോടതിയിൽ എന്താ പറയാൻ പോകുന്നെന്ന് അറിയാൻ വയ്യ. അയാളിപ്പോ അവിടെ ഉണ്ട് ജയകൃഷ്ണ. മുങ്ങിയിരിക്കുക. ഞങ്ങളിൽ തപ്പാൻ സ്ഥലം ബാക്കിയില്ല. താൻ അച്ഛനോട് തനിച്ച് സംസാരിച്ചോ? ഉവ്, അദ്ദേഹം ആകെ തകർന്നിരിക്കുക. തന്നെ ഒന്ന് കാണണമെന്ന് മാത്രം പറഞ്ഞു. കാണണം, പക്ഷെ എങ്ങനെ ഫേസ് ചെയ്യുന്നറിയില്ലടോ. ഹൈക്കോടതി ജഡ്ജായിരുന്ന ആ മനുഷ്യൻ ലോ ലെവൽ ക്രിമിനൽസിന്റെ കൂടെ സബ് ജയിലിൽ. ഓർക്കാൻ വയ്യടോ ആ അറ്റ്മോസ്ഫിയറിൽ വെച്ച് അച്ഛനെ കാണുന്നത്. അബി, എൻ്റെ അച്ഛനത് ചെയ്ത് കണ്ടോടോ. ഛേ, താൻ എന്തായി പറയുന്നത്? ഇല്ല ഇല്ല എന്ന് 100 വട്ടം മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ. എങ്കിലും അളവ് കഴിഞ്ഞ ആത്മാഭിമാനവും മനുഷ്യനെ കുറ്റവാളിയാക്കും. ദൈവമേ, കാണുമ്പോൾ അച്ഛൻ എന്നോട് പറയാനുള്ളത് അതാവരുത്.
നിരപരാധിയാണ് അച്ഛനെങ്കിൽ ഒരു കോടതിക്കും നിയമത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല അദ്ദേഹത്തെ. ഞാനവിടെ പോയിരുന്നു, സത്യമാണ്. അവളെ കണ്ട് മാപ്പി ചോദിക്കാൻ, കൂടെ വിളിക്കാൻ. നിന്റെ കൂടെ വീട്ടിലേക്ക് വരാമെന്ന് അവൾ സമ്മതിച്ചു. ആവർത്തിച്ച് പറഞ്ഞ നുണ തിരുത്തി പറയാൻ സുബോധം അനുവദിച്ചില്ല. അതുകൊണ്ട് കുടിച്ചിരുന്നു ഒരുപാട്. ആരെന്ത് പറഞ്ഞാലും നീ അച്ഛനെ വിശ്വസിക്കണം. വിശ്വസിക്കില്ലേ? അച്ഛനത് ചെയ്യില്ല. എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ടായില്ല. ആരാണത് ചെയ്തത് എന്നെനിക്കറിയണം. നീ അവിവേകമൊന്നും കാട്ടരുത്. ഇല്ല, ആദ്യ അച്ഛനെ രക്ഷിക്കുകയാണ് വേണ്ടത്. അറിയാം. നിന്റെ അമ്മ വീണുപോകാതെ അവളെ നോക്കണം. പാവ, താങ്ങാനാവില്ല ഇതൊന്നും. അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. എന്നപ്പോഴോ ഇങ്ങനെ അധികം നേരം നിൽക്കാനാവില്ല എനിക്ക്. ധൈര്യമെല്ലാം ചോർന്നു പോകും പോലെ. പൊയ്ക്കോ. എന്താ ദിവാര ബുദ്ധിമുട്ടായ തനിക്ക്? ഇവിടം വരെ ഒന്ന് വരാൻ പറഞ്ഞാൽ താൻ വരില്ലല്ലോ. അതുകൊണ്ടാ ഇവരിങ്ങ് പൊക്കി എടുത്തോണ്ട് വന്നത്. എന്ത് ചൂടാ? എന്നെ ഒന്നും ചെയ്യരുത്. തന്നെ എന്ത് ചെയ്യാൻ? എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. ദേഹം നോവാൻ ഇടയാക്കാണ്ട് താൻ അതങ്ങ് പറഞ്ഞാൽ തനിക്ക് പോവാം. ആരാ അവളെ കൊന്നത്? വാ തുറന്ന് പറയടാ ദിനേശ. അല്ല എന്ത് ചൂടാ, ഞാനീ ഒരു ശമ്പളക്കാരന്റെ സ്ഥിതി അറിയാമല്ലോ. പറയണ പണി ചെയ്യുക. കൂടെ പോണോന്ന് പറഞ്ഞാൽ പോവാ, കൂടെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക. അല്ലാതെ എന്താ ഏതാന്ന് ചോദിക്കാനോ പറയാനോ. ആരാടാ എന്റെ പെങ്ങളെ കൊന്നത്? പറയടാ. എന്റെ മോനെ പവിത്രൻ. ജയകൃഷ്ണ, എന്നെ പറഞ്ഞോട്. അച്ചു, കൊലയ്ക്ക് കൊല കൊണ്ട് എങ്ങനെ ഉത്തരം പറയാന്നല്ല ഇപ്പൊ ചിന്തിക്കേണ്ടത്. അച്ഛനെ എങ്ങനെ രക്ഷിക്കുന്ന അദ്ദേഹത്തെ പുറത്തിറക്കുക ആദ്യം, എന്നിട്ട് ആലോചിക്കാൻ മറ്റെന്തും. തനിക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കായിരുന്നില്ലോടോ ദിവാകര? പവിത്രനെ കൈകൊണ്ട് കഴുത്ത് ഞെരിച്ച് അവളെ കൊന്നതെന്ന്. അവൻ വരട്ടെ പ്രതികാരം ചെയ്യാൻ. മസിൽ പവർ കൊണ്ടാ അവൻ ഇതുവരെ കളിച്ചത്. പവിത്രന്റെ കളി വേറെയാ. അഡ്വക്കേറ്റ് ഐസക് മേനോന് വേണ്ടി ഹാജരാവൂ. ഏയ്, ഐസക് വരില്ല. അതിനുള്ള പണി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മേനോ മെന്റലി അകത്താർന്നിരിക്കുക. കോടതിയിൽ അയാൾ കിടന്ന് ബബ്ബ അടിക്കും. പബ്ലിക്കിന്റെ ഇടയിൽ ഒന്നുകൂടി ഒരു ഇളക്കം ഉണ്ടാക്കണം. സർവകക്ഷി യോഗം എന്ന് പറഞ്ഞൊരു പുക്കാറുണ്ടാക്ക. ആ പിലാശ്ശേരി മാധവനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അവന്റെ പാർട്ടീസ് ഇറങ്ങും. പത്രത്തിലൊരു ഗ്യാപ്പ് ഇല്ലാതെ സ്റ്റോറീസ് വന്നുകൊണ്ടിരിക്കണം. അതിന്റെ ഇൻഫ്ലുവൻസ് ജുഡീഷ്യറിയിൽ ഉണ്ടാവും. പിന്നെ രാമകൃഷ്ണ, ആ ഗുമസ്തൻ നായർ പുറത്തിയാടാതെ നോക്കണം. അയാൾ എന്റെ കസ്റ്റഡിയിലല്ലേ. കോടതിയിൽ കൊണ്ടുവരുമ്പോഴേ അയാൾ ഇനി സൂര്യപ്രകാശം കാണും. തന്തപ്പടി പെട്ടു എന്നറിഞ്ഞാൽ അവൻ വയലന്റ് ആകും. ആ സിറ്റുവേഷൻ നല്ല ഭംഗിയായി എക്സ്പ്ലോയിറ്റ് ചെയ്താൽ പൂവള്ളി ഇന്ദുചൂടൻ പിന്നീടുള്ള കാലത്ത് നമുക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു കഥ മാത്രമാകും.